കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരിക്കലും പരസ്പരം വഴക്കടിക്കാൻ പാടില്ലാത്തവര് ഇത്രയും നാൾ അടിയും വഴക്കുമായിട്ട് നടന്നു. ഇപ്പോ രണ്ടു കൂട്ടർക്കും എല്ലാം മനസ്സിലായി. ഇനി അമ്മയ്ക്കൊരു ഭാരം ആവാതെ ഞാനങ്ങ് പോകുന്നതല്ലേ നല്ലത്. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചിട്ടും എന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല. ഇനിയുള്ള കാലം എന്റെ 3 മക്കളെക്കാളും എനിക്ക് സ്നേഹം നിന്നോടായിരിക്കും. ജീവിതത്തില് ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ സത്യങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലായില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു കൊലയാളി ആയേനെ. അവിടെ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയും ചെയ്തേനെ. തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ട് പോയത് ഒരു കുറുക്കനാ. ഇനി പോലീസിന് കീഴടങ്ങുമെന്നൊന്നും അറിയില്ല. ഇനി നിയമത്തിന് പിടികൊടുത്തില്ലെങ്കിൽ മോൾ ഒരു കേസ് കൊടുക്കണം. അയാള് ജയിലിൽ കിടക്കുന്നതാ നല്ലത്. ഇനി എനിക്ക് ദീപയുടെ അച്ഛനോട് പകയും പ്രതികാരവും ഒന്നുമില്ല. സ്വന്തം അമ്മയോട് ഇത്രയും ക്രൂരത കാട്ടിയ ഒരാളോട് മോൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? പകരം എനിക്കിപ്പോ ഒരു അമ്മയെ കിട്ടിയില്ലേ. ഇനി ഞാൻ എന്തിനാ പകയും പ്രതികാരവും ഒക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നേ? എന്റെ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചു കാണും യഥാർത്ഥ കുറ്റവാളിയെ എല്ലാരും തിരിച്ചറിയണോന്ന്. അതുകൊണ്ട് തന്നെയാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതുപോലൊരു പാവം പിടിച്ചൊരമ്മ ഇല്ലായിരുന്നു. ആരെയും ദ്രോഹിക്കാത്ത, ആരോടും വഴക്കിടാത്തൊരു അമ്മയായിരുന്നു എന്റെ അമ്മ. പക്ഷെ ആ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. ഇനി അതിന്റെ ഇരട്ടി സ്നേഹം ഞാൻ നിനക്ക് തരും മോളെ. ഇനിയെന്നും മോൾക്കൊരു തണലായി ഈ അമ്മയുണ്ടാവും. സങ്കടമൊന്നും വേണ്ട. അവിടെ പോയിരിക്കെ. ഞാൻ ഇപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. വിശേഷിച്ചെന്തെങ്കിലും വാർത്തയുണ്ടോ പത്രത്തില്? ഏയ്, ഞാനങ്ങനെ പത്രം അരിച്ചു പെറുക്കി വായിക്കൊന്നുമില്ല. ഹെഡ്ലൈൻസ് ഒന്ന് ഓടിച്ചു നോക്കും. ഇപ്പൊ മൊത്തം ഫുട്ബോൾ വാർത്തകളാ. ഞാൻ രാവിലെ അടുക്കളയിൽ ചെന്നിരുന്നു അമ്മയെ സഹായിക്കാൻ. അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അമ്മ അങ്ങനെയാ, ആരെയും അടുക്കള കയറ്റില്ല. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാ ഇഷ്ടം. ഞാൻ എന്റെ വാടക വീട്ടിലോട്ട് മാറിക്കോളാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനി അമ്മ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. അതിലുപരി ഞങ്ങളും. പറയേണ്ട കാര്യങ്ങൾ അതിന്റേതായ സമയത്ത് പറയാതിരുന്നതാ നിനക്ക് പറ്റിയ തെറ്റ്. എന്നിട്ട് കൂട്ടുകൂടിയതോ ഒരു തല്ലിപ്പൊളിയായിട്ട്. അവൻ ഇനി എന്നെയും കൊല്ലാൻ നടക്കും ഞാൻ ഈ വീട്ടിലാണെന്ന് അറിയുമ്പോ. എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് അമ്മയോടും ദിയയോടോ. അതെനിക്കറിയാം. നീ അമ്മയുടെ മോളായി പോയതാ അവന് നിന്നോടുള്ള വൈരാഗ്യം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞ ജയലാല് നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോയപ്പോ മരിക്കണമെന്ന് തോന്നിയത്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു നിന്നെപ്പോലെ തന്നെ ജയലാലിനോടും. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. നിനക്കറിയോ, ഈ വീട്ടിനകത്ത് വഴക്ക് നടക്കുമ്പോഴൊക്കെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ദിയയോടുള്ള അത്രയും ദേഷ്യം അച്ഛന് എന്നോടില്ല. എന്നാലിപ്പോ ആ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുക. പലപ്പോഴും ദിയ പിരിയണമെന്നൊക്കെ അമ്മയോട് പറയുമ്പോ ഞാനായിരുന്നു എതിർത്തിരുന്നത്. അതിലൊക്കെ ഇന്ന് എനിക്ക് വേദനയുണ്ട്. സത്യം പറഞ്ഞ അമ്മ നേരത്തെ അങ്ങേരുമായിട്ട് വേർപിരിയേണ്ടതായിരുന്നു. എങ്കിൽ അമ്മയുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടേനെ. ഇത് ആഹാരം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അല്ലാതെ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. മദ്യത്തോടായിരുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം. പിന്നെ സദാനന്ദനോടും മകനോടും. അങ്ങനെ ഒരാളെ വക്കീലല്ലാതിരുന്നിട്ടും കോടതിയിൽ നിന്റെ അമ്മ മുട്ടുകുത്തിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുക. എന്റെ അമ്മയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി, ഇതുപോലൊരമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം. നിന്റെ പ്രതികാരം അമ്മയോടാണെന്ന് പറയുമ്പോഴൊക്കെ അമ്മ പറയുമായിരുന്നു, അമ്മ ജോലിയിലുള്ളപ്പോ ഏതെങ്കിലും പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിച്ചതിന്റെ വൈരാഗ്യമായിരിക്കുമെന്നൊക്കെ. ഒരർത്ഥത്തിൽ അതും ശരിയായിരുന്നു.
പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിയ വീട് പൊളിക്കരുതെന്ന് പറയാനായിരുന്നല്ലോ നിന്റെ അമ്മ അവിടെ വന്നത്. അന്ന് ആ സംഭവം അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ല കണ്ടിരുന്നെങ്കിൽ, അച്ഛനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചേനെ. അതുമാത്രമല്ല, നിനക്കും നിന്റെ അച്ഛനുമുണ്ടായ നഷ്ടത്തിന് അമ്മ പരിഹാരം കാണുകയും ചെയ്തേനെ. എന്ത് ചെയ്യാന്, തലനാരിഴയ്ക്ക് എല്ലാം മാറിപ്പോയി. വൈകിയാണെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒരു അബദ്ധം ഉണ്ടാവില്ലല്ലോ. എല്ലാം അറിഞ്ഞ ശേഷം ലാലേട്ടൻ പറഞ്ഞു നിനക്ക് ലാലേട്ടന്റെ ഷോറൂമില് ഒരു ജോലി തരാന്ന്. ഞാൻ പോകുന്നത് പോലെ പാർട്ട് ടൈം ആയിട്ട് പോരെ? നമുക്ക് ഒന്നിച്ചു പോവാം. ഉടനെ ലാലേട്ടൻ ഒരു വീടെടുക്കും. അവിടെ ഇവിടെയായിട്ട് നിനക്ക് താമസിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഒന്നാ മോളെ. നിന്റെ സങ്കടം ഞങ്ങളുടേതും കൂടിയാ. വാ. അങ്ങനെ അമ്മ ഇന്ന് വീണ്ടും ജോലിക്ക് പോവല്ലേ? അതെ, ഇന്ന് മുതല് അമ്മ വീണ്ടും യുദ്ധം തുടങ്ങുക. യുദ്ധോ? ഇന്ന് മുതല് അമ്മയുടെ പരിധിയിലുള്ള സ്ഥലങ്ങളില് ഭൂമി കയ്യേറ്റവും അനധികൃത കെട്ടിടങ്ങളും അനുവദിക്കില്ലല്ലോ. അങ്ങനെ വരുമ്പോ അമ്മ റിട്ടയർ ആവുന്നവരെ യുദ്ധം തുടരും. അമ്മയ്ക്കിപ്പോ ഇവള് പ്രിയപ്പെട്ട മോളായല്ലേ? 6 വയസ്സുവരെ രജനിക്ക് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ഭാഗ്യം നിങ്ങളുടെ അച്ഛൻ തന്നെ ഇല്ലാതാക്കി. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വളർന്നവരാ, ജീവിച്ചവരാ. അതുകൊണ്ടിനി രജനമോളുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ നിങ്ങളെക്കാൾ സ്നേഹം ഞാൻ ഇവൾക്ക് കൊടുക്കും. അതിൽ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊരു അസൂയയില്ല. ഇനി എനിക്ക് 2 ചേച്ചിമാരാ. 3 ആളും തല്ലൊന്നും കൂടാതെ വീടിനകത്ത് സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോവാ. വൈകുന്നേരത്തേക്ക് ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളും ഇനി ഉണ്ടാക്കണ്ട. നമുക്ക് 4 ആൾക്കും ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഞാനിന്ന് റീജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ, ഉച്ച കഴിഞ്ഞ് എത്തിക്കോളാം. പിന്നെ പുറത്തൊക്കെ ഒന്ന് ചുറ്റാം. അമ്മ പോയിട്ട് വരട്ടെ. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുന്ന. ഇനി മാപ്പ് പറച്ചിലൊന്നും വേണ്ട കേട്ടോ, അത് ഒരുപാടായി. അതെ, നിന്റെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിലും ഇതൊക്കെ ചെയ്തേനെ. ലോകത്തൊരു മകൾക്കും ഇത്രയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടിനി ഞങ്ങൾ കരഞ്ഞാലും ചേച്ചി കരയാതിരിക്കാൻ ഞങ്ങൾ പരമാവധി നോക്കും. വാ. സാറേ, മുന്നിൽ പോണ നീലക്കാരൻ്റെ മുമ്പിലൊന്ന് നിർത്തോ സാർ. സാർ പ്ലീസ് സാർ, എൻ്റെ വൈഫാണ്, എനിക്കൊന്ന് സംസാരിക്കാനാണ്. ഒന്ന് ചവിട്ടി കയറ്റി നിർത്തിക്കൊള്ളു.
ഭാര്യ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ പോലീസിൽ കീഴടങ്ങി. ഇപ്പൊ കോടതിയിലേക്ക് പോവാ. അവിടെ വാദപ്രതിവാദങ്ങളൊന്നുമില്ല, കുറ്റസമ്മതം മാത്രമേ ഉള്ളൂ. എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഇതുവരെ. എന്നാൽ അത് മനസ്സിലാക്കി തന്നു എന്റെ ഭാര്യയും മക്കളും. വക്കീലായ നാൾ മുതൽ ക്രിമിനൽസായിട്ടായിരുന്നു ബന്ധം. അവർക്കൊപ്പമായിരുന്നു ഏത് നേരവും കെട്ടിമറിഞ്ഞ് നടന്നത്. ഞാൻ പോലും അറിയാതെ എന്നിലൊരു ക്രിമിനൽ സ്വഭാവം രൂപപ്പെട്ടു. അല്ലെങ്കിൽ ഇതിനൊക്കറിയാലോ ഭാഗ്യം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാ. അവർ നല്ലത് മാത്രമേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നാ ആ നന്മ എപ്പോഴോ കൈമോശം വന്നുപോയി. അങ്ങനെയുള്ള സമയത്താ, പണമാണ് എന്തിനും മേലേന്ന് ചിന്തിച്ച സമയത്താ നീ എൻ്റെ ഭാര്യയാവുന്നത്. അത് നിന്റെ ഭാഗ്യക്കേടായിപ്പോയി. ഇനി കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്കാ. എത്ര നാൾ അവിടെ കിടക്കേണ്ടി വരുന്നൊന്നും അറിയില്ല. എന്നെ പോലുള്ളൊരു കുടുംബത്തിൻ്റെ അകത്തല്ല, ജയിലിൽ തന്നെയാണ് കഴിയേണ്ടത്. ഇനി എന്ന് പുറത്തിറങ്ങിയാലും എൻ്റെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും അവിടെ കളഞ്ഞിട്ടായിരിക്കും വരുന്നത്. വാർദ്ധക്യത്തിലെങ്കിലും എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അച്ഛനാവാനും കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനു മുമ്പ് ജയിലിൽ കിടന്ന് എന്നോട് ഒന്നുമെന്നറിയില്ല. മദ്യം അത്രത്തോളം എൻ്റെ കരളിനെ ബാധിച്ചിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാൻ പോവല്ലേ. വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ മക്കളോട് പറയണം, അവർക്ക് അപമാനമായ അവർ വെറുക്കുന്ന അച്ഛൻ ജയിലിലേക്ക് പോയെന്ന്. മതി മതി, വാ. അവസാനമായി ഒന്ന് കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. ഇന്നലെ ലോക്കപ്പിൽ കിടന്നപ്പോഴും ഇപ്പോ കോടതിയിലേക്ക് പോകുന്ന പോക്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അച്ഛൻ്റെ ഈ പോക്ക് അവരറിയത്ത് പോലുമില്ല. ശരി, ഇടയ്ക്കെല്ലാവരും ജയിലിലേക്കൊന്ന് വന്നാൽ അത്രയും സമാധാനം ഉണ്ടാവും. ആഹാ, മോളി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയോ? ആ, ഞാനിപ്പോ വിരുന്നുകാരിയൊന്നും അല്ലല്ലോ, വീട്ടുകാരിയല്ലേ അമ്മേ. അല്ല, അമ്മയ്ക്കിത് എന്തു പറ്റി? മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. ഇന്നു മുതൽ മാറണമെന്ന് എനിക്ക് തോന്നി. എന്റെ സ്വഭാവത്തിൽ മാത്രമല്ല, രൂപത്തിലും.
അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി മോഡേണായി. അതുകൊണ്ട് അതിരാവിലെ ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചുണർത്തുമ്പോ ഈ രൂപത്തിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത്. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. എന്നാ അതിനു മുൻപേ മോളിങ് വന്നില്ലേ? ദാ അമ്മ ചായ കുടിക്കേ. ഇനിയിപ്പോ കേസിന് വഴക്കിനൊന്നും പോണ്ടമ്മേ. മക്കളുടെ മുൻപില് ദീപയുടെ അച്ഛൻ നാണം കിട്ടും. മക്കൾക്ക് അച്ഛൻ ആരാന്ന് തിരിച്ചറിയാൻ പറ്റിയല്ലോ. അതിനപ്പുറം ഇനി ഒരു ശിക്ഷ കൊടുക്കാനുമില്ല. പിന്നെ അങ്ങേര് ചെയ്ത തെറ്റിന് എന്നെ ഒരു മോളായിട്ട് അമ്മ ഏറ്റെടുത്തല്ലോ. അതുകൊണ്ട് ഇനി കോടതി വഴക്കൊന്നും വേണ്ടമ്മേ. അയാളെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല മോളെ. എന്റെ മക്കൾക്ക് അല്ലേലും അയാളെ അറിയാമായിരുന്നു. ഇപ്പോ അയാൾ ചെയ്ത ക്രൂരതയുണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അല്ല, ഈയൊരു തവണത്തേക്ക് ക്ഷമിച്ചേക്കമ്മേ. എന്തായാലും ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ലല്ലോ താമസിക്കുന്നെ. ഇതൊക്കെ കേട്ടിട്ടും ദിലീപ് അവന്റെ പെണ്ണിനെയും കൊണ്ട് അവിടെ പോയി നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ മോൻ അച്ഛനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇവിടത്തെക്കാളും സൗകര്യം അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അവിടെ നിൽക്കുന്നേ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ആരെയും തടയാനൊന്നും പോകുന്നില്ല. നമ്മുടെ മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട് മോളെ. അത് നമ്മളൊരാണിന്റെ മുന്നിലും അടിയറ വയ്ക്കാൻ പാടില്ല. നേരത്തെ തന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ച കൂട്ടത്തില. പിന്നെ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഞാൻ അയാളുമായി അഡ്ജസ്റ്റ് ചെയ്തു പോയി. എന്നാൽ എത്രയോ നാൾ മുമ്പേ ഞാൻ അയാളെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ എന്റെ രീതിയിൽ ജീവിക്കേണ്ടതായിരുന്നു. അവിടെ എനിക്ക് ചെറിയ തെറ്റുപറ്റി. ഇനി സമയമുണ്ടല്ലോ. അമ്മയുടെ മുൻപിൽ ഇനിയും ഒരുപാട് ജീവിതമുണ്ട്. ആ, എനിക്ക് സസ്പെൻഷനൊക്കെ കിട്ടിയത് ഒഴിവായി വീണ്ടും ജോലിയിൽ കയറുന്നത് ഞാൻ സ്വപ്നം കണ്ടു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്കെല്ലാം പാകപ്പെടുത്തി തന്നിട്ട് നിങ്ങളോട് യാത്ര ചോദിച്ചു പോകുന്നതായിട്ടാ സ്വപ്നത്തെ കണ്ടത്. അങ്ങനെ പോകുന്ന വഴിക്ക് അഡ്വക്കേറ്റ് വിജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുന്നതും കണ്ടു. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോഴാ പെട്ടെന്ന് വാതിൽ മുട്ടുകെട്ട് ഞാൻ ഉണർന്നത്. ഞാനേ ചെറിയ തോതിൽ പാചകമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാവും. അതൊന്നും വേണ്ടായിരുന്നു. കുഴപ്പമില്ലമ്മേ, അമ്മ റെഡിയായിട്ട് വാ. ഉം. ദിലീപിന്റെ അമ്മയുടെ കോലാകെ മാറിയ പോലുണ്ടല്ലോ. ഇന്നലെ കണ്ട അമ്മയല്ലല്ലോ ഇന്ന്. എന്താ അമ്മ മാത്രം ഇന്ന് ഒരുപോലെ തുടർന്നാ മതിയോ? അമ്മയ്ക്ക് മാറണ്ടേ? എന്താ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ? ആന്തമ്മ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, ഇവിടെ വേണ്ടത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ നിന്റെ അച്ഛന്റെ വീട്ടിലുള്ളതുപോലെ. പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ന് മാത്രമല്ല, പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. നിനക്കറിയാലോ രജനെ. അമ്മ എന്തിനാ ഈ കണ്ണി കണ്ടവരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്? ദേ, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ആ കുട്ടികൾക്ക് മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്. രജനി ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവളെയും വിളിച്ചോണ്ട് നിനക്ക് പോവാം. ഞാൻ ദിലീപിനോട് പറഞ്ഞതല്ലേ അവിടെ താമസിക്കാന്ന്. അച്ഛൻ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പിന്നെ അച്ഛനൊപ്പം താമസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അതല്ല നിന്റെ മനസ്സിലിരിപ്പ്. ഇവൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ വൈകുന്നേരമല്ലേ വരുന്നത്. ആ നേരത്ത് മരുമോള് പോലും അവിടെ സുരക്ഷിതയല്ലെന്ന് എന്റെ മോന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. എന്നാ എനിക്കുണ്ട്. അച്ഛൻ ഏതോ സമയത്ത് ഒരു തെറ്റു പറ്റിപ്പോയി, അതിന് അദ്ദേഹത്തെ ഇങ്ങനെ പഴിക്കണോ? ഓ, നീ അങ്ങേർക്ക് സപ്പോർട്ടാണല്ലേ? ഇതൊക്കെ മിക്ക ആണുങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റാ എന്ന് കരുതി മുമ്പ് സംഭവിച്ചതിനൊക്കെ എപ്പോഴും കണക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെയാ അയാളെ കോടതി കയറ്റാത്തത്.
ഒരു കാരണമില്ലാതെ എന്നെ കോടതിയിൽ നിർത്തി വിസ്തരിച്ചതാ. പക്ഷെ ഇവിടെ അയാൾ ജീവപര്യന്ത ശിക്ഷ കിട്ടാനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറണോ അതോ പോണോ? എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് തീരുമാനിക്കാം. നയനെ വെറുതെ വഴക്കൊന്നും വേണ്ട, നീ വാ. അതെ, ഇതൊരു ഹോട്ടലല്ല, വീടാ. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ഭക്ഷണം എന്തായാലും അതുകൊണ്ട് നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാ ആവശ്യപ്പെടുന്നതൊന്നും ഉണ്ടാക്കാൻ ഇവിടെ ആളില്ലെന്നാ പറഞ്ഞത്. അമ്മ വഴക്കുണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ഇങ്ങനെയൊന്നും സംസാരിക്കരുത്.